നമസ്കാരം. ഇന്ന് വന്നെങ്കിൽ സിനിമയുടെ കാര്യങ്ങളൊന്നുമല്ല. ഡൽഹിയിൽ ജന്തർ മന്ദിർ നടക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ. കാരണം നീറ്റ് പരീക്ഷയുടെ എക്സാം, ചോദ്യപേപ്പർ ചോർത്തി വിൽക്കുക, ഇതൊക്കെയാണ് മെയിൻ പരിപാടി. സംഖ്യയുടെ ചാണകം എന്ന് പറയും. ഈ ചാണകത്തിന്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുവാണെങ്കിൽ ഇതിനകത്തൊന്ന് കമന്റ് അടിക്കുകയൊക്കെ ചെയ്യും, തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും. ഒന്നേ നിങ്ങൾ കമന്റ് അടിക്കുന്നവരെ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ കാര്യം രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ സുഡാപ്പി, ഇത് രണ്ടും നിങ്ങൾ പട്ടം തരുമെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ആ പട്ടം നമുക്ക് വേണ്ട. രാജ്യസ്നേഹം നീ ഞങ്ങളെ പഠിപ്പിക്കാൻ പറയണ്ട ചാണകങ്ങളെ. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ വിശപ്പിന് ചാണകം തിന്നുക, രണ്ടാമത് ദാഹത്തിന് ഗോമൂത്രം കുടിക്കുക. ഇത് രണ്ടുണ്ട്. പിന്നെ മൂന്നാമത് പറഞ്ഞുകൊണ്ട് എന്ത് കാര്യങ്ങളും നേടിയെടുക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ ഉഗ്രശേഷിയുള്ള ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ വിചാരിച്ചു നേടാൻ പറ്റാത്ത കാര്യങ്ങളും നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട്. അത് ഇതാണ് ആ കഴിവ്. ആണ്ടെ ഇത് ഞങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് പറ്റില്ല. നിങ്ങളൊരു കാര്യം ആലോചിക്കണം. സ്വാതന്ത്ര്യ സമരം ചെയ്തത് ബ്രിട്ടീഷുകാർ ഇന്ന് ഇന്ത്യയിൽ നിന്നുകൊണ്ട് പല പരിപാടി ചെയ്തപ്പോൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുണ്ടായിരുന്നു. അന്നും നിങ്ങൾ ചെയ്ത ഒരൊറ്റ പരിപാടി എന്ന് പറയുമ്പോ ഇതാണ്. അവരുടെ കൂടെ എങ്ങനെ നിൽക്കുക. ആ പരിപാടിക്ക് ഇന്ത്യക്കാരെ കിട്ടത്തില്ല. യഥാർത്ഥ രാജ്യദ്രോഹികൾ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ഇപ്പൊ ഈ കിടന്ന് ഈ പ്രക്ഷോഭത്തിനെതിരെ നിങ്ങളാണെങ്കിൽ രാജ്യദ്രോഹ കുറ്റങ്ങൾ, ഈ പ്രക്ഷോഭിക്കുന്നവരെയൊക്കെ രാജ്യദ്രോഹികളൊക്കെ നിങ്ങൾ ആക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ പെങ്ങളാവാം, നിങ്ങളുടെ ആങ്ങളെ ആവാം, അല്ലെങ്കിൽ നിങ്ങൾ ചേട്ടനാവാം, അനിയനാവാം. ഇവർക്ക് എല്ലാവർക്കും നീറ്റ് പരീക്ഷയ്ക്ക് എന്ത് കിട്ടി? അവരെല്ലാം തോറ്റില്ലേ? എത്ര പേര് ആത്മഹത്യ ചെയ്തു? ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പിടിച്ചിട്ട് സുഡാപ്പികളും രാജ്യദ്രോഹികളൊക്കെ. യഥാർത്ഥ രാജ്യദ്രോഹികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. അവരുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ ജയിക്കുന്നു? നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ബാലറ്റ് പേപ്പറിനകത്ത് നിങ്ങൾ ഇത് ഇലക്ഷൻ നിങ്ങൾ നേരിടുമോ? നിങ്ങൾ നേരിടത്തില്ല, തോറ്റു. കാര്യം ഏറ്റവും വലിയ തിരുമറി നടക്കുന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതും നിങ്ങൾ അംഗീകരിക്കത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾ ഡൽഹിയിലാണെങ്കിൽ നിങ്ങളുടെ ഈ BJP-യുടെ കൊടി തോളുമേറ്റുകൊണ്ട് നിങ്ങൾ ഡൽഹിയിൽ ഇപ്പൊ പോയി ഇറങ്ങാവോ? അവന്മാരെ അറത്തുകളെ കേട്ടോ. ആ രീതിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന പഞ്ചാബികൾ എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നുണ്ടോ? കുട്ടികളെ വളരെ ക്രൂരമായിട്ട് റോഡിലും അവിടെ ഇവിടെ ഇട്ട് തല്ലുമ്പോഴും അവര് പ്രൊട്ടക്ഷൻ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്നത് പഞ്ചാബുകൾ കണ്ടിട്ട്. അവർക്ക് ആയുധങ്ങളുണ്ട്. നിങ്ങൾ പിന്നെ ചാണകം എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാല് അവന്മാരെ അടിച്ച് അണ്ണാക്കി ഇടത്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആവപ്പാട് അറിയാവുന്നേ ഇതിനെതിരെ സംസാരിക്കുന്നവർ രാജ്യദ്രോഹികളാക്കുക, അതിനെതിരെ സംസാരിക്കുന്നത് സുഡാപ്പികളാക്കുക, ഈ പേരിന്റെ നാമം വെച്ച് നിങ്ങൾക്ക് ഈ ചാണകം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വിശപ്പിന് ചാണകം കിട്ടുമായിരിക്കും, ദാഹത്തിനും ഗോമൂത്രം കിട്ടുമായിരിക്കും. പക്ഷെ ഞങ്ങൾ ഇന്ത്യക്കാർക്ക് അതൊന്നുമല്ല. ഞങ്ങൾ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ എക്സാമിന്റെ രീതി തന്നെ നടക്കണം. ഓരോരുത്തർക്ക് ജോലിക്ക് വേണ്ടി ഉറക്കം ഉളച്ചെടുത്ത് പഠിച്ചിട്ടൊക്കെ എന്ത് കിട്ടി? പൈസ കൊണ്ട് പഠിക്കും. ഇപ്പൊ രണ്ടാം അഹങ്കാരം എന്ന് പറയുന്ന ഉണ്ടായി. എന്താ ഉണ്ടായത്? നിങ്ങൾ ഈ സമരത്തിൽ പങ്കെടുക്കാതെ നിങ്ങൾ ഈ പഠനം ശ്രദ്ധിക്കാൻ ആദ്യം ആ പന്നി അവനായിരിക്കും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം. അവനും മേടിച്ചാലും 10-20 ലക്ഷം രൂപ കൊടുത്തിട്ട് ഈ സാധനം. അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ രാജ്യസ്നേഹം ഞങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞ നിങ്ങൾ യഥാർത്ഥ രാജ്യദ്രോഹികൾ ചാണകങ്ങളാണ്.